അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, ഇന്നത്തെ ജീവിതാവശ്യങ്ങള് ഭക്തിയോടെ, പ്രത്യാശയോടെ, ശരണത്തോടെ കൈകൾ കൂപ്പി കണ്ണടച്ച് ദൈവതിരുസനെ സമർപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു വരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അനുദിന അനുഗ്രഹ പ്രാർത്ഥനയാണ്. അനുദിന അനുഗ്രഹ പ്രാർത്ഥന നമ്മൾ ഇന്നത്തെ യാത്രയാണ്, പകൽ യാത്ര. ജീവിതത്തിൻ്റെ ഇടപാടുകൾ, വിനിമയങ്ങൾ, സംസർഗങ്ങൾ, സംഭാഷണങ്ങൾ, സന്ദർശനങ്ങൾ, അതെല്ലാം കൂടിയതാണ്. ഇതിനെല്ലാം നമുക്ക് ദൈവാനുഗ്രഹം ആവശ്യമാണ്. ഈശോ ഒരു രാത്രി മുഴുവനും ഒക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രധാനപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ നമ്മളതെല്ലാം സമ്മറി ചെയ്തിട്ട് പ്രഭാതത്തിലെ ഒറ്റ സമർപ്പണ പ്രാർത്ഥനയായിട്ട് പ്രാർത്ഥിക്കാം. കോടതി പോകാനുള്ളവർ ഉണ്ടാകും, സ്ഥലമുള്ളവർ പോകേണ്ടവരുണ്ടാകും, സ്ഥലത്തിൻ്റെ കാര്യം സംസാരിക്കാനോ, ഇനി വിവാഹം സെറ്റ് ചെയ്യാൻ വേണ്ടി ജീവിത പങ്കാളികളെ കാണാൻ പോകുന്നവർ ഉണ്ടാവും. അതുപോലെ തന്നെ അങ്ങനെ ഓരോരോ കാര്യത്തിൽ നമ്മൾ യാത്ര ചെയ്യത്തില്ലേ. ചിലപ്പോൾ അപകട വഴികളിലൂടെ പോകേണ്ടവരുണ്ടാവും, ചിലപ്പോൾ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളി സഹോദരൻ ഉണ്ടാവും, റബ്ബർ വെട്ടാൻ പോകുന്ന തൊഴിലാളികളുണ്ടാവും, ചിലപ്പോൾ റബ്ബർ പാല് ശേഖരിക്കാൻ പോകുന്നവരുണ്ടാവും, ചിലപ്പോൾ റബ്ബർ മാർക്കറ്റിൽ ഷീറ്റ് ഉണക്കി വിൽക്കാൻ പോകുന്നവരുണ്ടാവും, ചിലപ്പോൾ ഇങ്ങനെ ഏലത്തോട്ടത്തിൽ പോകുന്നവരുണ്ടാവും. അപ്പോൾ ഇങ്ങനെ എന്തെല്ലാം നീ പോകുന്നു ആ മേഖലയിലെല്ലാം. ചിലപ്പോൾ നീ ലോറി ഡ്രൈവർ ആണെങ്കിൽ ലോറിയും കൊണ്ട് അന്യ സംസ്ഥാനങ്ങളിലേക്ക് ചരക്ക് കൊണ്ടുപോകുന്ന വ്യക്തിയാകാം. ഇങ്ങനെ എല്ലാ മേഖലകളിലും കണ്ടുമുട്ടാൻ സാധ്യതയുള്ള. ഇപ്പോൾ ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ പോലീസുണ്ട്, അവരുടെ മൂഡ് വരെ നമുക്ക് പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്. ചിലരൊക്കെ വിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അവർ ആവശ്യമുള്ളത് ഇല്ലാത്തതൊക്കെ ചോദിച്ച് കൺഫ്യൂഷനാക്കി നമ്മുടെ സമയം അടുപ്പിച്ചു. അപ്പോൾ നിസ്സാരകാര്യമല്ല യാത്ര. ഇപ്പം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന അപകടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മരക്കൊമ്പ് മുകളിൽ നിന്നൊടിഞ്ഞ് വീണപ്പോൾ അവർക്ക് തോന്നിയപ്പോഴാണ് കുഞ്ഞ്
വെട്ടിച്ചതെന്നാണ് ചിലരൊക്കെ പറയണത്. നമുക്ക് സത്യാവസ്ഥ ഇപ്പോഴും കൃത്യമായിട്ട് അറിയത്തില്ല, ഒത്തിരി വേർഷൻസ് ഉണ്ട്. ഇനി ഒരു യാത്ര എപ്പോഴും നമുക്ക് പ്രാർത്ഥനയുടെ വിഷയമാണ്. ഞാൻ എൻ്റെ ക്രൂസൊക്കെ എൻ്റെ സഹപ്രവർത്തകർ പോകുമ്പോൾ അവർ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവരുടെ തലയ്ക്ക് വെക്കണത് സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ കൈവെക്കണത് അല്ല. അവർ പോണതിനേക്കാളും പ്രധാനപ്പെട്ടതിന് ഒന്ന് സേഫ്റ്റിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കർത്താവിൻ്റെ ദൂതൻ അവിടെ കൂടെ പോകണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, കർത്താവിൻ്റെ ദൂതൻ ഇന്നത്തെ യാത്രയിൽ നിങ്ങളുടെ കൂടെ വരും. അങ്ങനെ വരുമെന്നൊരു ഭംഗി വാക്ക് പറയുകയല്ല, കാര്യം അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. എന്താ വാഗ്ദാനം? ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. നീ എവിടെ പോയാലും നിന്റെ കൂടെ ഞാൻ വരുമെന്ന്. ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കും. കർത്താവ് നമുക്ക് മുമ്പേ ദൂതനെ അയക്കും. അപ്പം ദൈവം തന്നെ വിചാരിച്ചിരിക്കണത് നമുക്ക് പ്രൊട്ടക്ഷൻ ആവശ്യമാണെന്ന്. നമ്മളുടെ ദൗത്യം നിറവേറ്റാൻ നമുക്ക് സഹായം ആവശ്യമാണ്, ദൈവസഹായം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണേ. കർത്താവേ, നീ എന്തുമാത്രം കരുതുന്നു ഞങ്ങളെ. നിന്റെ ഏകജാതി നൽകാൻ തക്കവിധം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു എന്ന് വെച്ചാൽ എന്നെ സ്നേഹിച്ചു എന്നാണ് ഞാനത് വായിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരെയും നിന്റെ സ്നേഹമാണ് ഞങ്ങളുടെ സംരക്ഷണം, നിന്റെ സ്നേഹമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന പരിപാലന. കർത്താവേ, ഞങ്ങളുടെ മക്കൾ വെറുതെ ഹൃദയം നൊന്തു പോകുന്നവരുണ്ട്. അങ്ങയുടെ മുമ്പിൽ തിരികെത്തിച്ചുകൊണ്ട് രണ്ടു തുള്ളി കണ്ണീരിട്ട് അറിയാതെ കരഞ്ഞു പോയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ജോലിക്ക് പോകുന്നവരുണ്ട്. കർത്താവെ, വിവാഹത്തിന് ജീവിത പങ്കാളിയെ കണ്ടെത്താൻ വേണ്ടി പോണവരുണ്ട്. മക്കളില്ലാത്തവർ ആശുപത്രി പോണവരുണ്ട്. പിന്നെ ഗർഭിണിയാണോ എന്നറിയാൻ വേണ്ടി പോണവരുണ്ട്. അതിന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പേപ്പർ വാങ്ങിക്കാൻ പോണവരുണ്ട്. അവർക്കെല്ലാം ആശയങ്ങളുണ്ടെന്ന് ഈശോയ്ക്ക് അറിയാമല്ലോ. ഓരോരുത്തരും എന്തെല്ലാം ഈ പ്രാവശ്യമെങ്കിലും ഗർഭിണിയായിരിക്കുമോ, കുഞ്ഞുണ്ടാകുമോ, കർത്താവെ എന്നൊക്കെ വിളിച്ചാൽ റിസൾട്ട് നോക്കാൻ പോണവരില്ലേ. അപ്പം അങ്ങനെ ഓരോരോ സമയത്ത് കർത്താവിനോട് അവർ പറയും, കർത്താവേ, എൻ്റെ ഇന്ന് പഠനകാലത്ത് കുറച്ച് അബദ്ധം സംഭവിച്ചു പോയി, പരീക്ഷ അതുകൊണ്ട് വേണ്ടവർ എഴുതാൻ ഒത്തില്ല, എനിക്ക് അവസരം തന്ന അടുത്ത ടേംസിൽ ഞാൻ നല്ലവണ്ണം പഠിച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവത്തോട് പട്ടാങ്ങി പറഞ്ഞിട്ട് പോണവരില്ലേ. സ്ഥലം കാണാൻ പോകുന്നവർ, സ്ഥലം വിൽക്കാൻ പോണവർ, രജിസ്റ്റർ ചെയ്യാൻ പോകുന്നവർ, കേസിന് പോണവർ വരെ ഉണ്ട് നീതിക്ക് വേണ്ടി. അങ്ങനെ എല്ലാ യാത്രക്കാരെയും കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടകമ്പോളങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നവർ, കടയിൽ സാധനങ്ങൾ ഹോൾസെയിലായിട്ട് വാങ്ങി വെച്ച് വിൽക്കാൻ പോകുന്നവർ, അങ്ങനെ ഓരോരോ കടകൾ. ജീവിതമാർഗം തുടങ്ങാൻ പോകുന്നവരുണ്ട്. ബ്യൂട്ടി പാർലർ വരെ തുടങ്ങാൻ പോകുന്ന മനുഷ്യരുണ്ട്. ബ്യൂട്ടി പാർലറിൽ കച്ചവടമില്ല, ബിസിനസ് ഇല്ലാത്തതിൻ്റെ വരെ വേദനിക്കുന്നവരുണ്ട്. അങ്ങനെ എന്തെല്ലാം തരം മനുഷ്യരാണ് കർത്താവ്. കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടി ഓരോരോ മാർഗ്ഗം. കുഞ്ഞുങ്ങളെ പോറ്റാൻ മുലയിൽ പാലില്ലാത്ത മാതാപിതാക്കൾ അമ്മമാരുണ്ട് വേദനിച്ചിട്ട്. അവർക്ക് അവരെന്തെല്ലാം ഭക്ഷണം കഴിച്ചിട്ട് പറയണ ഭക്ഷണം എല്ലാവരും കഴിക്കുന്നുണ്ട്, പക്ഷെ മുലയിൽ പാലില്ല. അപ്പോൾ അവസാനം വിഷമിച്ച് ചെറുച്ചവരൊക്കെ എൻ്റെ അടുത്ത് വരും, അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണേ അച്ഛാ, എന്താണെന്ന് അറിയത്തില്ലെന്ന് പറയും. ഇത്തിരി ഉടമ്പടി തൈലം മേടിച്ചു കൊണ്ടുപോയി പെരട്ടി വെക്കുമായിരുന്നു. കാര്യം എന്താണ്? ലോകത്ത് എത്ര നമ്മൾ ശാസ്ത്രം വളർന്നാലും നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ദൈവം തന്നെയാണുള്ളത്. അങ്ങനെ അത് വിചാരിക്കുന്നവരാണ് ദൈവവിശ്വാസത്തോട് നിലനിൽക്കുന്നതിൻ്റെ കാരണം അതാണ്. കാര്യം മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളെ, ഭൗതികമായ കുറച്ച് കാര്യങ്ങളെ ഭൗതികമായിട്ട് കൈകാര്യം ചെയ്യാനല്ലാതെ മറ്റു സംവിധാനങ്ങൾക്കൊന്നും പറ്റണില്ല. ദൈവത്തിൻ്റെ സ്പേസ് എപ്പോഴും വേക്കൻ്റാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങൾക്ക് എനിക്ക് മനസ്സിലായിരിക്കുന്നത്, എല്ലാ ജീവിത മണ്ഡലങ്ങളിലും എല്ലാവരുടെയുമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് അവരുടേതായിട്ടുള്ള. അപ്പം അതുകൊണ്ട് തന്നെ ആ മേഖലകളെല്ലാം അവർക്ക് വീഞ്ഞില്ലെന്ന് അമ്മ പറയുമ്പോൾ സമാധാനമില്ല, വഴിയില്ല, വീടില്ല, ഇല്ലായ്മക്കാരെ എല്ലാം അഡ്രസ്സ് ചെയ്യുന്നതാണ് അമ്മ. എന്താണ് ഇല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അമ്മയാണ്. അതിൻ്റെ കൈകാര്യങ്ങൾക്ക് വേണ്ടി ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് സ്വർഗീയ സംവിധാനം. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ഇല്ലായ്മക്കാർ ഒരു തരത്തിലുള്ള പലതരത്തിലുള്ള ഇല്ലായ്മക്കാർ ജീവിതത്തിലുണ്ട്. സമാധാനം, സന്തോഷമില്ലാത്ത, ഒറ്റപ്പെട്ടു പോയവർ, അങ്ങനെ പല വിഷയങ്ങളിൽ വീടില്ലാത്ത, വഴിയില്ലാത്തവർ, എല്ലാവരെയും നീ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്നു. സുഖമില്ലാത്തവരുണ്ട് ഈശോയെ, മനസ്സിനും ശരീരത്തിനും. ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന മക്കളുണ്ട് ഈശോയെ, അവരുടെ എണ്ണം കൂടുതലാണ് ഇപ്പോഴും. അവരുടെ മാതാപിതാക്കന്മാർക്ക് സമാധാനമില്ല കർത്താവ്. അങ്ങനെ എല്ലാവരും നീ സ്പർശിക്കണം. എപ്പിലെപ്സികൾ, അതുപോലെ ഓട്ടിസംസ്, ഹൈപ്പർ ആക്ടിവിറ്റി, അവരുടെ മാതാപിതാക്കന്മാർ കർത്താവെ, അവരാ കുഞ്ഞുങ്ങളെയും കൊണ്ട് അനുഭവിക്കുന്ന സങ്കടങ്ങൾ, കെട്ടിപ്പോയത് കൊണ്ട് അനുഭവിച്ച ഈ വലിയ ഭാരങ്ങളെ ആശ്വസിപ്പിക്കാൻ ആരുമില്ലാതെ കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും പിരിഞ്ഞു പോയിട്ട് ഇവരും ഈ കുരിശും പോയിരിക്കുന്ന മക്കളും മാത്രം ഉണ്ടാകുന്ന സമയത്ത് ദൈവമേ എന്ന് വിളിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ട്. കർത്താവെ, എല്ലാവരും നീ സ്പർശിക്കണം. മൂത്രം പോകാത്തവരുണ്ട് ഈശോയെ,
അതിൽ ബ്ലാഡർ തിങ്ങിപ്പോണവരുണ്ട്. ഈശോയെ എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല, വയർ കീറിക്കളയാൻ തോന്നുന്ന ഒരാൾക്കാരുണ്ട് ഈശോയെ. അങ്ങനെ പല വൈറസിൻ്റെ, ബാക്ടീരിയയുടെ അറ്റാക്കുകൾ, ഒരിക്കലും ബാക്ടീരിയ ഒരു ആൻറ്റിബയോട്ടിക്സിനോട് റെസ്പോണ്ട് ചെയ്യാത്ത അവസ്ഥകൾ, ആൻറ്റിബയോട്ടിക്സുകളോട് നമ്മുടെ ശരീരം റെസ്പോണ്ട് ചെയ്യാത്ത അവസ്ഥകൾ, അങ്ങനെ ഓരോ വിഷയങ്ങൾ, എങ്ങനെ എന്തെല്ലാം കർത്താവേ, ഇതെല്ലാം ഓർത്ത് അങ്ങയുടെ തിരുസേന ഈ പ്രഭാതത്തിൽ അങ്ങയുടെ തിരുസേന വെക്കും. ഈശോ, നിന്റെ വിശുദ്ധമായ വലതുകരം, മരണത്തെ ജയിച്ച കുരിശിൻ്റെ ഉയർപ്പിൻ്റെ ശക്തി, സ്വർഗത്തിൻ്റെ സൗഖ്യദായകമായ ശക്തി, വിടുതൽ ശക്തി നിങ്ങളിലേക്ക് വസിക്കട്ടെ. ഈ പ്രഭാതത്തിൽ നിന്റെ ദൈവം നിന്നെ ഏറ്റെടുക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21, 26, 27. സംഭവിക്കാൻ പോകുന്നവയെ ഓർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് ഭൂവാസികൾ അസ്തപ്രജ്ഞരാകും, ആകാശശക്തികൾ ഇളകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. എൻ്റെ മക്കളെ, എൻ്റെ ചിത്രമുള്ള ലൂക്കായുടെ സുവിശേഷം 21, 26, 27. മനുഷ്യർ അസ്തപ്രജ്ഞരാകും. അപ്പോൾ എന്ത് പറ്റും? അപ്പോൾ മനുഷ്യപുത്രൻ സർവശക്തിയുടെ വരും. അതാണ് കണക്ഷൻ. ക്ലിയർ അല്ലേ? എന്ന് വെച്ചാൽ ബൈബിളിൻ്റെ ആ ഘടന കണ്ടില്ലേ? മനുഷ്യർ അസ്തപ്രജ്ഞരാകും, അവർക്ക് അടിതെറ്റിപ്പോവും, മനസ്സിൻ്റെ ബലം പോവും. അതാണ് മനുഷ്യൻ്റെ ബലം പോവും. അപ്പോൾ എന്ത് പറ്റും? മനുഷ്യപുത്രൻ ബലമായിട്ട് വരും, ശക്തിയായിട്ട് വരും. എൻ്റെ ദൈവങ്ങളെ, ഇത്രേ പ്രശ്നമുള്ളൂ. നിൻ്റെ ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലാണ്? ഇപ്പോൾ ഡോക്ടർ പറയണം നിനക്ക് പ്രഷറാണ്, ഇനി ശ്രദ്ധിക്കണം എന്ന് പറയും. ഇപ്പോൾ ചിലർ പറയും നിങ്ങൾക്ക് അറിയാതെ ഒരു അറ്റാക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയും, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ അസ്തപ്രജ്ഞനായി പോകും. അസ്തപ്രജ്ഞനായേണ്ട കാര്യമില്ല. കാര്യം എന്താ? അസ്തപ്രജ്ഞനായ അടുത്ത നടപടി എന്താണ്? കർത്താവിൻ്റെ ശക്തി നമ്മളിലേക്ക് വരും. അപ്പോൾ നമ്മുടെ ബലം പോയാൽ അതിൻ്റെ അർത്ഥം ബലം എന്നേക്കാട്ട് പോകുന്നല്ല. നമ്മുടെ ബലം പോയാൽ കർത്താവ് നമ്മളെ ബലപ്പെടുത്താൻ പോകുന്നു എന്നേ അർത്ഥം. ഇപ്പം ജപ്തിയാണെന്ന് പറയുമ്പോൾ അസ്തപ്രജ്ഞനായി പോകും. പക്ഷേ എന്താ? കർത്താവിന് വഴിയുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നു, കർത്താവ് പുതിയ വഴി തരുന്നു, നമ്മൾ ഡെലിവർ ആകുന്നു. എന്തുമാത്രം സുവിശേഷത്തിലാണ്. ഇന്നലെ 2.5 കോടി കടമുണ്ടായിരുന്നൊരു കാനഡക്കാരൻ സാക്ഷ്യം പറഞ്ഞപ്പോഴേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അയാൾക്ക് അത് 33 ലക്ഷമായിട്ട് കുറഞ്ഞു. അപ്പോൾ എനിക്ക് ആദ്യം അസ്തപ്രജ്ഞനായി, പിന്നെ എന്ത് പറ്റി? അനന്തരം മനുഷ്യപുത്രൻ സർവശക്തിയോടെ വരുന്നു. അപ്പോൾ ഓരോ അസ്തപ്രജ്ഞരും ദൈവത്തിൻ്റെ ശക്തി നമുക്ക് ലഭിക്കാനുള്ള ദൈവപരിപാലനയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ നീ പതറേണ്ട കാര്യമില്ല. നീ പ്രാർത്ഥിച്ചുകൊണ്ട് അതിനെ അഭിമുഖീകരിക്കുക. കർത്താവ് ശക്തിപ്പെടുത്തട്ടെ. എൻ്റെ പേര് ജോജി. ഞാൻ എറണാകുളം ജില്ലയിലെ സെൻറ്റ് മേരീസ് ഫൊറോന ചർച്ച് കാഞ്ഞൂരിൽ നിന്ന് വരുന്നു. എൻ്റെ ജീവിതത്തിലുണ്ടായ 2 വലിയ മഹാ അത്ഭുതത്തെക്കുറിച്ച് സാക്ഷ്യം പറയാനാണ് ഞാൻ ഈ തിരുവൽത്താരയിൽ നിൽക്കുന്നത്. അതിൽ ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഒരു കുഞ്ഞിന് ദൈവമാതാവ് നൽകിയതിനെക്കുറിച്ച് സാക്ഷ്യം പറയുകയാണ്. അതായത് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 5 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായത്. അതിന് കാരണം എൻ്റെ ഭാര്യയുടെ മാതാവ് കൃപാസനത്തെക്കുറിച്ച് അറിയാനിടുകയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി, അത് ഏകദേശം 2018 പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 2019 16-ാം തീയതി ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞിനെ തന്ന് ദൈവമാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. പക്ഷേ എനിക്ക് ഇതിൽ വലിയ വിശ്വാസമോ ഭക്തിയൊന്നും ഉണ്ടായില്ല. ഞാൻ പ്രാർത്ഥിക്കും, മാതാവിനോട് പ്രാർത്ഥിക്കും, അത്രയേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഭാര്യ ഒരു മാതാവിൻ്റെ ഭക്തിയായിരുന്നു, തീവ്രമായ ഭക്തിയുള്ളൊരു വ്യക്തിയായിരുന്നു. അവൾ എന്നോട് പറയും, വാ നമുക്ക് കൃപാസനത്തിൽ പോയി സാക്ഷ്യം പറയാം, വൈകരുത് എന്ന് പറയുമായിരുന്നു. പക്ഷേ ഞാനത് നീട്ടി കൊണ്ടുപോയി. എന്നാൽ ഒരിക്കൽ 2021 ഓഗസ്റ്റ് മാസം ഞങ്ങളിവിടെ വരികയുണ്ടായി. എന്നാൽ അന്ന് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് കയറാൻ സാധിച്ചില്ല. പുറത്തു നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ തിരികെ പോവുകയാണ് ഉണ്ടായത്. പക്ഷേ മാതാവ് ഞങ്ങളിത് വിട്ടില്ല. പിറ്റേ വർഷം, അതായത് 2022 ഓഗസ്റ്റ് 29-ാം തീയതി ഞങ്ങളെ അമ്മ മാതാവ് ഇവിടെ തിരികെ എത്തിച്ചു. അതിന് കാരണം എനിക്കുണ്ടായ ഒരു അസുഖമാണ്.
ഇതിനിടയിൽ എൻ്റെ ഭാര്യ അയർലൻഡിൽ നേഴ്സായിട്ട് ജോലിക്ക് പോയി. നാട്ടിൽ ഞാനും കുഞ്ഞും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അയർലൻഡിലേക്ക് പോകാനായിട്ട് വിസ റെഡിയായി. അപ്പോൾ എനിക്ക് വർഷങ്ങളായിട്ട് നടുവിന് ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അയർലൻഡ് തണുപ്പൊക്കെ ആയതുകൊണ്ട് ഭാര്യ പറഞ്ഞു ഒന്ന് സ്കാൻ ചെയ്യ്, എന്നിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ബാക്കിൽ നിന്ന് സ്കാൻ ചെയ്തു. അപ്പോൾ എക്സ്റേ എടുത്തപ്പോൾ പറഞ്ഞല്ലോ, ആദ്യം എക്സ്റേ എടുത്തു, കുഴപ്പമില്ല, പ്രശ്നമൊന്നുമില്ല. പിന്നെ അവർ പറഞ്ഞു എന്നാൽ അൾട്രാസൗണ്ട് ചെയ്യാം, അതും ചെയ്തു, കുഴപ്പമില്ല. എന്നൊന്ന് ഒരു CT സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. CT സ്കാൻ ചെയ്തപ്പോൾ അതിനകത്ത് ചെറിയൊരു പ്രശ്നം കണ്ടു. കൂടുതൽ തറോ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു PET സ്കാൻ ചെയ്തു. PET സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ വലത് കിഡ്നിയിൽ ഒരു വലിയ സിസ്റ്റ് രൂപപ്പെട്ടതായി കാണപ്പെടുകയും കൂടാതെ ബാക്കിൽ സ്പൈനിനോട് ചേർന്ന് 3 ചെറിയ സിസ്റ്റ് കാണപ്പെടുകയും ചെയ്തു. അത് എത്രയും പെട്ടെന്ന് എടുത്ത് കളയണമെന്ന് നിർദ്ദേശിച്ചു. അപ്പോൾ അത് കളയുന്നതിന് മുന്നാടിയായിട്ട് ഞങ്ങൾ ഈ പറഞ്ഞ 29/8/2022 ഞങ്ങളിവിടെ ആദ്യമായിട്ട് വന്ന് എനിക്ക് ഉടമ്പടി എടുത്തു. പക്ഷേ അന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥനയ്ക്ക് ശേഷം അമ്മ മാതാവ് ഞങ്ങളുടെ മുടങ്ങിക്കിടന്ന സാക്ഷ്യം, അത് കുഞ്ഞുണ്ടായ സാക്ഷ്യം എൻ്റെ ഭാര്യയെ കൊണ്ട് ഇവിടെ പറയിപ്പിച്ചു. അതോടൊപ്പം തന്നെ എനിക്ക് ഉള്ള അസുഖത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്തു. അന്ന് ഞങ്ങളിവിടെ തിരിച്ചു പോയത് ചങ്ക് പൊട്ടി മാതാവിട്ട് കരഞ്ഞിട്ടാണ് തിരിച്ചു പോയത്. തുടർന്ന് 12/9/2022, അതായത് കഴിഞ്ഞ സെപ്റ്റംബർ 12-ാം തീയതി എൻ്റെ വലത് കിഡ്നിയുടെ ഓപ്പറേഷൻ ചെയ്തു. അതെടുത്ത് ബയോപ്സിക്ക് അയച്ചു. ബയോപ്സിക്ക് അയച്ചതിന് ശേഷം അതിൻ്റെ റിസൾട്ട് അത്ര ശുഭകരമായിരുന്നില്ല. അത് ക്യാൻസറാണെന്നാണ് പറഞ്ഞത്. അത് ബാക്കിൽ എൻ്റെ സ്പൈനിലേക്ക് സ്പ്രെഡ് ചെയ്തതായിട്ട് കാണപ്പെട്ടു. അപ്പോൾ ഡോക്ടർമാരും എൻ്റെ ഭാര്യയോടും എൻ്റെ ജ്യേഷ്ഠനും പറഞ്ഞു, ഇനി ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ട് കാര്യമില്ല, മരുന്ന് കൊടുത്തിട്ട് കാര്യമില്ല, അവന് കൊടുക്കാവുന്ന സന്തോഷം കൊടുക്കുക. എൻ്റെ കൂടെ ആകെ തകർന്നു. ജ്യേഷ്ഠ സഹോദരന്മാരെല്ലാവരും വളരെ സങ്കടമായി. തുടർന്ന് ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയിട്ട് ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ പോയി. അവിടെയും തന്ന റിപ്പോർട്ട് സെയിം തന്നെ, പ്രശ്നം ഗുരുതരമാണ്, ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് അവന് കൊടുക്കാവുന്ന സന്തോഷം മാക്സിമം കൊടുക്കുക, അല്ലാതെ വേറെ ഒന്നുമില്ല, ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യുക, അതിങ്ങനെ തന്നെ. അങ്ങനെ സങ്കടപ്പെട്ട് തകർന്ന് എൻ്റെ കുടുംബം വീട്ടിലേക്ക് വന്നു. എൻ്റെ ഭാര്യയ്ക്കൊരു സ്വഭാവമുണ്ട്, എന്ത് കാര്യം തീരുമാനം എടുക്കുന്ന മുമ്പായിട്ട് ബൈബിൾ വായിക്കുക എന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അന്ന് പതിപോലെ അവൾ ബൈബിൾ എടുത്തു. തകർന്ന ഹൃദയത്തോടെ അവൾ ആ ബൈബിൾ എടുത്ത് തലയ്ക്കടിച്ചു കരഞ്ഞുകൊണ്ട്. എന്നിട്ട് ബൈബിൾ തുറന്ന് കിട്ടിയ ബാക്കി ഇതാണ്, സങ്കീർത്തനം 46:10-11. ശാന്തമാകുക, ഞാൻ ദൈവമാണെന്ന് അറിയുക, ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ്, ഞാൻ ഭൂമിയിൽ ഉന്നതനാണ്, സൈന്യങ്ങളുടെ കർത്താവായ ദൈവം നമ്മോട് കൂടെയുണ്ട്, യാക്കോബിൻ്റെ ദൈവമായ കർത്താവാണ് അഭയം. ഈ വാചകമാണ് അവൾക്ക് ആദ്യമായി കിട്ടിയത്. ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ പിന്നെ ഒന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് ഞങ്ങൾക്ക് തീരുമാനിച്ചു. ഇതിനിടയിൽ എനിക്ക് എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം എനിക്ക് മാതാവിൻ്റെ ദർശനം ഉണ്ടായി. അതിന് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം ഞാൻ ദിവസവും ഇവിടുത്തെ കൃപാസനത്തിൻ്റെ സാക്ഷ്യം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് 2-3 സാക്ഷ്യങ്ങളൊക്കെ വെച്ച് കാണുകയും രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ഇവിടുത്തെ ജോസഫച്ചൻ്റെ ധ്യാനത്തിൻ്റെ ഏതെങ്കിലും ഒരു എപ്പിസോഡ് അത് പൂർണ്ണമായി കണ്ട് പ്രാർത്ഥിച്ച് ധ്യാനിച്ചിട്ടാണ് കിടക്കുകയായിരുന്നു. അപ്പോൾ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അതിനകത്ത് പലരും സാക്ഷ്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായത്, അമ്മ മാതാവ് ഓരോരുത്തർ പ്രത്യക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അമ്മ മാതാവ് വരുമ്പോൾ ഒരു സ്മെല്ല്, ഒരു മണം ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞ് ഞാൻ ഒത്തിരി സാക്ഷ്യത്തിൽ കാണുകയുണ്ടായി. അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ടും എനിക്കും മാതാവ് പ്രത്യക്ഷപ്പെട്ടുകൂടാ എന്ന് എനിക്ക് ചിന്തിച്ചു. ഞാൻ മാതാവിൻ്റെ ഇത്രേ ചോദിച്ചുള്ളൂ, അമ്മേ മാതാവേ, എന്നിൽ നിന്ന് എന്തെങ്കിലും കരുതൽ അല്ലെങ്കിൽ എന്തെങ്കിലും സ്നേഹം എന്നിൽ കാണുന്നുണ്ടെങ്കിൽ അമ്മ എനിക്കൊരു ദർശനം താട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു, മനസ്സുരുകി പ്രാർത്ഥിച്ചു.
അങ്ങനെ ഒരു ദിവസം രാത്രി സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് കിടന്നു, ഒന്ന് മയങ്ങി. ആ മയക്കത്തിൽ പെട്ടെന്ന് എന്തോ ഒരു സൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തീ കത്തുമ്പോൾ ഉണ്ട ഒരു ചിരിയൊരു സൗണ്ട്. പെട്ടെന്ന് മാതാവിൻ്റെ ഒരു രൂപം ഞാൻ കാണുകയാണ്. ഈ കാണുന്ന ആ മാതാവിൻ്റെ അതേ സെയിം രൂപം തന്നെ ഒരു തിരി കത്തിച്ച് ഞാൻ കാണുകയാണ്. ഞാൻ പെട്ടെന്ന് എൻ്റെ കുഞ്ഞിനെയും എടുത്ത് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കി. അപ്പോൾ മാതാവ്, ഞങ്ങളുടെ വീട്ടിൽ ഒരു ചെറിയൊരു പഴയൊരു തൊഴുത്തുണ്ട്, കാലി തൊഴുത്തുണ്ട്, അവിടെ മാതാവ് ഇങ്ങനെ നിൽക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഞാൻ വിളിക്കുന്നുണ്ട്, ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഭാര്യ ഇതെല്ലാം കേട്ട് പേടിച്ച് ഓടി എൻ്റെ കുട്ടി എണീപ്പിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എടി ഞാൻ ഇങ്ങനെ മാതാവിനെ കണ്ടു, മാതാവാണെന്ന് തോന്നണേ, അതേ രൂപം അതേ ഫിഗറൊക്കെയാണ് കാണുന്നത് പറഞ്ഞു. അപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായി, മാതാവ് എന്നിൽ നിന്നും എന്തോ ഒരു കാണുന്നുണ്ട്, അതായത് എന്തൊരു സ്നേഹം എന്നിലുണ്ട്, അല്ലെങ്കിൽ എന്നിൽ എന്തോ ഒരു കരുതൽ കാണുന്നത് എനിക്ക് മനസ്സിലായി. അന്ന് മുതൽ ഞാൻ മാതാവിൽ തീവ്രമായി വിശ്വസിക്കാൻ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് അങ്ങനെ വിശ്വാസം ഉണ്ടായില്ല. പക്ഷേ ഈ ഒരു ദർശനത്തോടുകൂടി ഞാൻ മാതാവിൽ ഉറച്ച് വിശ്വസിക്കുകയും സമയം കിട്ടുമ്പോൾ പ്രാർത്ഥന, ഇവിടുത്തെ എന്താണ് സായന പ്രാർത്ഥന, പ്രസിദ്ധീകരണ പ്രാർത്ഥന ഇതെല്ലാം മുടങ്ങാതെ ദിവസവും തിരി കത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാരുണ്യ പ്രവൃത്തികൾ എൻ്റെ ഭാര്യ ചെയ്യുമായിരുന്നു. അതായത് ഡോക്ടർമാരോട് പറഞ്ഞ് ചികിത്സിക്കേണ്ട ആവശ്യമില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ എന്നാൽ ചികിത്സിക്കാം, നമ്മുടെ റിക്വസ്റ്റ് പ്രകാരം ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഡോക്ടർമാർ സജസ്റ്റ് ചെയ്ത് 3 റേഡിയേഷൻ 6 കീമോ ചെയ്യാനാണ് പറഞ്ഞത്. അങ്ങനെ രാജീവ് ഹോസ്പിറ്റലിൽ 3 റേഡിയേഷൻ ചെയ്തു. തുടർന്ന് കീമോ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കീമോ ചെയ്യാൻ ഭാര്യ എന്നെ ഹോസ്പിറ്റലിനകത്ത് വിട്ടിട്ട് അവൾ നേരെ പോയത് രോഗികളെ സന്ദർശിക്കാനാണ്. അതായത് ക്യാൻസർ രോഗികളുള്ളവരെ സന്ദർശിക്കുക, അവിടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഏതെങ്കിലും ഒരു കുടുംബത്തെ, അതിൽ ഒരു കുടുംബത്തെ അവൾ തിരഞ്ഞെടുത്ത്, അമ്മ മാതാവ് കാണിച്ച ഒരു കുടുംബത്തെ അവൾ തിരഞ്ഞെടുത്ത് അവരുടെ ചികിത്സയ്ക്ക് വേണ്ട ഭൂരിഭാഗം ചിലവ് അവൾ വഹിച്ചു. കൂടാതെ രോഗികളായിട്ടുള്ള സാമ്പത്തിക പിന്നിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിൻ്റെ പൂർണ്ണമായും മെഡിസിനുള്ള ചിലവും അവൾ വഹിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും. ഇങ്ങനെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ എനിക്ക്, അതായത് ഓപ്പറേഷൻ മുമ്പ് എനിക്ക് ഇവിടുത്തെ ജോസഫ് അച്ഛനെ കാണാനിടുകയായി. ജോസഫ് അച്ഛൻ എന്നെ സൈത്ത് എൻ്റെ ശരീരത്തിൽ കുരിശ് വരച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നീ ഇവിടെ സാക്ഷ്യം പറയാൻ വരണം. അതെനിക്കൊരു പോയിൻ്റായിരുന്നു. അത് എൻ്റെ മനസ്സിൽ അഗാധമായി അത് ആഴത്തിൽ തറഞ്ഞു. കാരണം അച്ഛൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ദൈവം എന്തോ പ്രതീക്ഷിക്കുന്നുണ്ട്. തുടർന്ന് ഈ കഴിഞ്ഞ ഏപ്രിൽ 12-ാം തീയതി ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വന്നു. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന സിസ്റ്ററും കൂടെ ഉണ്ടായിരുന്ന മറ്റു സഹോദരന്മാരും എൻ്റെ രോഗാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ആ സിസ്റ്റർ ഒരു കുരിശുരൂപം എൻ്റെ കയ്യിൽ തന്നിട്ട് പ്രാർത്ഥിച്ചു. എല്ലാവരും വളരെ ചങ്കുപൊട്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു, നിനക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റും. പിന്നീട് ഞാൻ 17/4/2023 ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം 17-ാം തീയതി രാജീവ് ഹോസ്പിറ്റലിൽ വെച്ച് എൻ്റെ സ്കാനിങ് ചെയ്തു. ആ സ്കാനിൽ ഇവിടെയാണ് അല്പം നടക്കുന്നത്. ഈ സ്കാനിങ്ങിൽ എനിക്ക്, അതായത് ചികിത്സ വേണ്ട എന്ന് പറഞ്ഞ ഡോക്ടറെ കൊണ്ട് തിരുത്തി പറയിപ്പിച്ചു. അതായത് എല്ലാം നോർമലായി, അസുഖം ഇല്ല, മാറി, ഇനി ഫോളോ പോലെ എന്തെങ്കിലും സ്കാനിങ് ചെയ്താൽ മതി, മരുന്ന് വേണ്ട എന്ന് അവിടെ പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. ഇത്രയും വലിയ മഹാത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്ന ദൈവകുമാരനും പരിശുദ്ധമ്മയ്ക്കും കൊടാനുകൂടി നന്ദിയും സ്തുതിയും ഞാൻ അർപ്പിക്കുന്നു. ജോജി PV എറണാകുളത്തുനിന്ന് വന്ന ഈ സഹോദരൻ പറഞ്ഞ വലിയൊരു സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. അദ്ദേഹം അതിന് കുഞ്ഞുങ്ങളില്ല, വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. പക്ഷെ 5 വർഷം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. രണ്ടാമത് പറഞ്ഞ സാക്ഷ്യമായിട്ട് നോക്കുമ്പോൾ ഈ സാക്ഷ്യമൊന്നുമല്ല. അപ്പം കുഞ്ഞുങ്ങളില്ലായിരുന്ന അദ്ദേഹത്തിന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞുണ്ടായി. പക്ഷേ ഇതിവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് ഭാര്യ പറഞ്ഞിട്ടും അദ്ദേഹത്തിന് അത്ര അങ്ങ് വിശ്വാസമില്ല, ഇവിടെ വരുന്നില്ല. പിന്നെ ഇവിടെ ഭാര്യയുടെ നിർബന്ധം കൊണ്ടോ ഇവിടെ വന്ന് ആദ്യമേ തന്നെ അല്ലേ, ആദ്യമേ ഇവിടെ വന്ന് അത് കുഞ്ഞുണ്ടായിട്ട് സാക്ഷ്യം പറയാനായിട്ട്. പക്ഷേ അദ്ദേഹത്തിന് അത്ര വലിയ വിശ്വാസമില്ല.
അദ്ദേഹം ഇത് പറയാനായിട്ട് തുടങ്ങുന്നത് തന്നെ ഇതാണ്: ഇത്രയും വിശ്വാസമൊന്നുമില്ലാത്ത എന്നെ കൊണ്ട് അമ്മ മാതാവിൽ വിശ്വാസമുണ്ടാക്കിക്കൊണ്ട് വീണ്ടും എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയേണ്ടി വന്നു എന്നുള്ളതാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അയർലൻഡിലാണ്. അവിടെ നഴ്സായിട്ട് ജോലി ചെയ്യുന്നു. അപ്പം അങ്ങോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം എല്ലാ ഒരുക്കങ്ങളും നടക്കുമ്പോൾ ഈ ബാക്ക് പെയിൻ ഇദ്ദേഹത്തെ കുറേ നാളായിട്ട് ഇങ്ങനെ അലട്ടുന്നുണ്ടായിരുന്നു. അപ്പം അവിടെ മറ്റൊരു രാജ്യത്തിലേക്ക് പോവുകയല്ലേ, അതിനു മുമ്പ് ഒന്നൊരു ഡോക്ടറിനെയൊക്കെ ഒന്ന് കാണിച്ച് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് കരുതി ഡോക്ടറിനെ കണ്ടതാണ്. ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞിട്ട് അദ്ദേഹം എഴുതാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ അങ്ങോട്ട് നിർബന്ധിച്ചിട്ട് ഒരു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞെന്നാണ് പറഞ്ഞത്. ശരിയാണോ ഇത്? ശരിയാണ്. അങ്ങനെ ഒരു സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴെന്ന് പറയുന്നത് അവിടെ ചെറിയ ആദ്യത്തെ 1-2 ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടൊന്നും വല്ല ടെസ്റ്റുകളൊന്നും ചെയ്തിട്ട് വല്ല കുഴപ്പമൊന്നും കണ്ടില്ല. പിന്നീടാണ് ഫൈനലി നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഒരു പെറ്റ് സ്കാൻ ചെയ്തു. അപ്പോഴെന്ന് പറയുന്നത് ആദ്യമേന്ന് പറയുന്നത് ഈ കിഡ്നിയിലെന്ന് പറയുന്നത് ഒരു കിഡ്നിയിൽ ഒരു വലിയ സിസ്റ്റ് കാണുകയാണ്. അത് കഴിഞ്ഞിട്ട് സ്പൈനൽ കോഡിനോട് ചേർന്ന് 3 ചെറിയ സിസ്റ്റുകൾ കാണുകയാണ്. അപ്പം ഇത് എത്രയും വേഗം റിമൂവ് ചെയ്യണമെന്ന് ഡോക്ടർ പറയുകയാണ്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലെന്ന് പറയുന്നത് പിന്നീടെന്ന് പറഞ്ഞാൽ താമസിയാതെ അദ്ദേഹത്തിൻ്റെ റൈറ്റ് കിഡ്നി എടുത്തു മാറ്റുകയാണ് ചെയ്തത്. സർജറിയിലൂടെ എടുത്തു മാറ്റി. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഇത് ബയോപ്സിക്ക് അയക്കുകയും അവർ പെറ്റ് സ്കാൻ ചെയ്യുകയും ചെയ്തപ്പോഴാണ് ക്യാൻസറിൻ്റെ മൂർധന്യാവസ്ഥയിലാണ്. ക്യാൻസറിൻ്റെ 4th സ്റ്റേജാണ്. അപ്പം ഇതെന്ന് പറയുന്നത് ഇവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയോടും വേണ്ടപ്പെട്ടവരോടും വളരെ അടുത്തവരോടും പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇനി ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇദ്ദേഹം ഇനി അധികം ദിവസങ്ങൾ ഇവിടെ ഉണ്ടാകില്ല, ഈ ഭൂമിയിൽ ഉണ്ടായില്ല. അതുകൊണ്ട് ഒരു ട്രീറ്റ്മെൻറ്റും വേണ്ട, അദ്ദേഹത്തിന് വേണ്ട ഏറ്റവും വലിയ സ്നേഹം കൊടുക്കുക എന്നുള്ളതാണ്. ഈ വിവരം അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്യരുതോ എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. ഇതനുസരിച്ച് ഈ ഭാര്യ എന്ന് പറയുന്നത് ഇതുവരെയും പറഞ്ഞിട്ടില്ലായിരുന്നു. ഇന്നലെ രാത്രിയാണ് ഇദ്ദേഹം ഇവിടെ വന്ന് സാക്ഷ്യം കൃപാസനത്തിൽ വന്ന് പറയുന്നു എന്നുള്ളത് അറിഞ്ഞപ്പോഴാണ് ഈ ഡോക്ടർ പറഞ്ഞ ഈ സംഭവം ഇദ്ദേഹത്തോട് പറയുന്നത്. അത് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ടെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റും വേണ്ട എന്ന് പറഞ്ഞ ഇതെന്ന് പറയുന്നത് ഇവിടെ ഓപ്പറേഷന് മുൻപ് തന്നെ വന്ന് ജോസപ്പച്ചനെ ഒന്ന് കണ്ടിരുന്നു. ഇവർ വന്നിരുന്നു, 2 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഒന്ന് കണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ കണ്ടുടനെ തന്നെ പറഞ്ഞത് വേറെ ഒന്നും പറഞ്ഞില്ല. കണ്ടുടനെ പറഞ്ഞത് സാക്ഷ്യം പറയണമെന്നാണ്. അതിനുശേഷമാണ് സൈത്തൊക്കെ പൂച്ചയൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തത്. എൻ്റെ സഹോദരങ്ങളെ, പിന്നീടെന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ ഡോക്ടർമാരെന്ന് പറയുന്നത് ഒരു കീമോ വേണമെങ്കിൽ ചെയ്യാമെന്നുള്ള മട്ടത്തിൽ, കാരണം അത് ചെയ്തിട്ടൊന്നും വലിയ ഗുണമൊന്നുമില്ല, വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു 3 റേഡിയേഷനും അതുപോലെ തന്നെ കീമോയും ഏതാനും റേഡിയേഷനും കീമോയും ചെയ്യുകയാണ്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വന്ന് ഉടമ്പടി എടുത്തത് നിങ്ങൾ തന്നെ. ഭാര്യ പക്ഷെ കൂടെ വന്നിരുന്നു കൊണ്ട് ഇദ്ദേഹത്തിന് സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് രോഗികൾക്ക് വേണ്ട ശുശ്രൂഷയൊക്കെ ചെയ്തത് ആരായിരുന്നു? വൈഫാണ്. കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുക. ഇതൊക്കെ കൂടെ വന്നപ്പോൾ കാരുണ്യ പ്രവൃത്തികൾ വളരെ കാര്യമായിട്ട് ചെയ്യുകയാണ്. അതായത് ക്യാൻസർ രോഗികളായിട്ടുള്ളവർക്ക് ഒരു ഗതിയും പരഗതിയും ഇല്ലെങ്കിൽ ഒരു 90% വരെയും അതിൻ്റെ ചെലവ് അവർക്ക് വേണ്ടി നടത്തി അവരെ ശുശ്രൂഷിക്കുകയും ചികിത്സിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്തിരുന്നു. ഇദ്ദേഹത്തിന് പിന്നെ വേറെ ഒരു സ്വഭാവം കൂടെ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുൻപ് ബഹുമാനപ്പെട്ട ജോസപ്പച്ചൻ്റെ യൂട്യൂബിലുള്ള ആരാധന അല്ലെങ്കിൽ ആ ടോക്ക് എന്ന് പറയുന്നത് എല്ലാ ദിവസവും കേട്ടിട്ടായിരിക്കും കിടന്നുറങ്ങുന്നത്. ഇത് കേട്ട് വന്നപ്പോൾ ഇദ്ദേഹത്തിനൊരു മനസ്സിലൊരു തോന്നൽ വരികയാണ്, എന്തുകൊണ്ട് ഇത്രയും വലിയ സാക്ഷ്യങ്ങൾ കൃപാസനത്തിൽ നടക്കുന്നു? അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതത്തിലും എൻ്റെ ഈ അവസ്ഥ അമ്മ മാതാവിന് മാറ്റിമറിക്കാൻ പറ്റുമെന്ന്.
അങ്ങനെ ഒരു ദിവസം രാത്രിയാണ് ഈ സഹോദരൻ അമ്മ മാതാവിൻ്റെ ഒരു ദർശനം കാണുകയാണ്. ഈ കൃപാസന മാതാവ്, അതായത് അമ്മ ഇതിൻ്റെ രൂപത്തിൽ തന്നെ ഇദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് അത് അഗ്നിയുടെ ഒരു ശബ്ദത്തോടു കൂടി അമ്മ പ്രത്യക്ഷപ്പെടുകയാണ്. അതിനുശേഷം എന്ന് പറയുന്നത് പുറത്തേക്ക് ഇറങ്ങി വാതിക്കലുള്ള അവിടെ ഉള്ള ഒരു തൊഴുത്തിൻ്റെ അവിടെ പോയി നിന്ന് അമ്മ പോയി നിന്നിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ഇദ്ദേഹത്തിനോട്. അപ്പം അദ്ദേഹം പറഞ്ഞത് രാത്രി ഒച്ചയിട്ട് വിളിച്ച് ഭാര്യ ഉണർന്ന് അപ്പം ഇങ്ങനെ അമ്മ പ്രത്യക്ഷപ്പെട്ട കാര്യമൊക്കെ പറയുകയാണ്. അന്ന് തൊട്ട് അദ്ദേഹത്തിന് മനസ്സിലായി എന്നെക്കുറിച്ച് എന്തോ അമ്മ മാതാവിന് ഒരു കരുതലുണ്ട്, എന്തോ ഒരു പദ്ധതി ഉണ്ടെന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. പിന്നെ അങ്ങോട്ടെന്ന് പറയുന്നത് അച്ഛനെ കണ്ടൊക്കെ പ്രാർത്ഥിച്ച് ഈ പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ ഉടമ്പടിയിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പാലിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നീട് ചെന്നൊരു സ്കാൻ ചെയ്യുകയാണ്. അവിടെ പോയി ചെന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴെന്ന് പറയുന്നത് ഒരു പെറ്റ് സ്കാൻ എടുക്കുകയാണ് ക്യാൻസർ അതിനെക്കുറിച്ചുള്ള. അതെടുത്തു കഴിഞ്ഞപ്പോഴുണ്ട് ആദ്യമേ പറഞ്ഞ് ജീവിച്ചിരിക്കില്ല, അധികം ദിവസം ജീവിച്ചിരിക്കില്ല, നമുക്ക് വൈദ്യശാസ്ത്രത്തിന് ഇനി വല്ല മരുന്നുകൾ ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ സഹോദരനോട് ഈ ഡോക്ടർ തിരിച്ച് പറയുകയാണ് ഇയാൾക്ക് ഈ ക്യാൻസർ എന്ന് പറയുന്ന സിംറ്റം ഇദ്ദേഹത്തിൻ്റെ ശരീരത്തില്ലെന്ന്. നോക്കണേ, എത്ര വലിയ അത്ഭുതമാണ്. ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച് അതോടൊപ്പം തന്നെ ഉടമ്പടിയിലുള്ള ജോസഫ് അച്ഛൻ്റെ യൂട്യൂബിലുള്ള ആരാധനയും പ്രാർത്ഥനയും വചന സന്ദേശവും വചനപ്രഘോഷവും സാക്ഷ്യങ്ങളുമെല്ലാം എല്ലാ ദിവസവും കേട്ട് അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മരുന്ന്. അതാണ് അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട എന്തോ ഒരു പദ്ധതി ഈ മകൻ്റെ ജീവിതത്തിൽ കൊടുക്കാൻ പോകുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ അമ്മ മാതാവിനോട് കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം എന്ന് പറയുന്നത് മാറ്റിമറിച്ചല്ല, ആ ഉണ്ടായിരുന്ന ശരീരത്തുണ്ടായിരുന്ന ക്യാൻസറിൻ്റെ അംശം പോലും അദ്ദേഹത്തിന് അതോടെ ഒപ്പം എന്ന് പറഞ്ഞാൽ എല്ലാം എടുത്തു മാറ്റി. പിന്നീട് ഒരു മരുന്നും അദ്ദേഹത്തിന് കഴിക്കേണ്ടി വന്നിട്ടില്ല. എൻ്റെ സഹോദരങ്ങൾ, ഇതാണ് നമ്മുടെ ആരുടെയും കഴിവ്, നമ്മുടെ മെരിറ്റല്ല, നമ്മുടെ യോഗ്യതയല്ല. പിന്നെ എന്താണ്? എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. എഫേസുസിൻ്റെ 2-ാം അധ്യായത്തിൽ 8-ാം തിരുവചനത്തിൽ പറയുന്ന വചനവിതാണ്, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ് എന്നുള്ളതാണ്. അതെ, ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ബൈബിൾ എടുത്ത് തുറന്നപ്പോൾ എന്ന് പറയുന്നത് എന്താണ്? സങ്കീർത്തനം 46:10-11 തിരുവചനത്തിൽ പറഞ്ഞ വചനമാണ്. അതായത് ഡോക്ടർ പറഞ്ഞ് ഇദ്ദേഹം അധികം ദിവസം ജീവിച്ചിരിക്കില്ല, അതുകൊണ്ട് ഒരു മരുന്നും ഇനി ചെയ്തിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ ബൈബിൾ എടുത്ത് തുറന്നപ്പോൾ ദൈവം കൊടുത്ത വചനം ഇതാണ്, നീ ശാന്തമാകുക, ഞാൻ ദൈവമാണെന്ന് അറിയുക, ഞാൻ എല്ലാറ്റിൻ്റെ ഉന്നതത്തിൽ വസിക്കുന്നു, അതുകൊണ്ടെന്ന് പറയുന്നത് നീ ശാന്തമാകുക, ദൈവമാണെന്ന് നീ അറിയുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. ഇവിടെ കൊടുത്ത അത്ഭുതങ്ങൾ, അടയാളങ്ങൾ എത്ര വലിയ സാക്ഷ്യമാണ് അത് എൻ്റെ സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ പറഞ്ഞ സാക്ഷ്യം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും വലിയ ഒരു മെസ്സേജാണ് തരുന്നത്. ഉടമ്പടി എടുത്താൽ ഉടനടി അത്ഭുതം. മരണത്തിൻ്റെ ചീട്ടെഴുതി വെച്ചെങ്കിൽ അമ്മ മാതാവിന് അത് കീറിക്കളയാം, അത് മാറ്റുപറച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് ഈ സാക്ഷ്യം കേട്ടത്. നമുക്ക് ഇദ്ദേഹത്തിന് കൊടുത്ത ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ജീവിതം തന്നെ തിരിച്ചു കൊടുത്ത ഈ ഉടമ്പടിയിൽ നമുക്ക് ഉടമ്പടിയിലൂടെ അദ്ദേഹത്തിൻ്റെ 2-ാം ജീവിതമാണ് ഈ നിൽക്കുന്ന സാക്ഷ്യം. നമുക്ക് നന്ദിയോടുകൂടി അമ്മ മാതാവിനെ ഈശോയെ മഹത്വപ്പെടുത്തിക്കൊണ്ടുവന്ന് ശക്തമായി കരങ്ങളടിച്ചൊന്ന് മഹത്വപ്പെടുത്താം.